ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 10-ാം സങ്കീർത്തനം 15-ാം വാക്യം. ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ, ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. ദുഷ്ടന്റെ പ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം അനാഥന് സഹായിയായി പ്രവർത്തിക്കുന്ന ദൈവമേ, നീ ദുഷ്ടന്റെ ഭുജത്തെ ഒടിച്ചു കളയണമേ എന്നാണ് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന. അതോടൊപ്പം തന്നെ സങ്കീർത്തനക്കാരൻ തൻ്റെ ഒരു ആഗ്രഹം ദൈവത്തോട് പറയുകയാണ്. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുവോളം അതിനുവേണ്ടി നീ പ്രതികാരം ചെയ്യണമേ. മുഴുവനായി അവനെ നശിപ്പിക്കുകയല്ല, ദോഷിയുടെ ഉള്ളത്തിലുള്ളതായ ദുഷ്ടത ഇല്ലാതെ ആകുകയാണെങ്കിൽ, അതിൽ നിന്ന് അവൻ മാറി ചിന്തിക്കുകയാണെങ്കിൽ, അവൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകുവാൻ തക്കവണ്ണം ഒരവസരം കൂടെ നീ നൽകണമേ. ദുഷ്ടനെ നശിപ്പിച്ച് കളയാതെ മടങ്ങി വരുവാനുള്ള ഒരു സമയം കൊടുക്കുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ഈ നാളുകളിൽ ദുഷ്ടത മാറ്റിവെച്ച് തിരുത്തലോടെ മടങ്ങി വരുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദുഷ്ടനെ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്നതോടൊപ്പം തന്നെ അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവൻ്റെ താല്പര്യപ്രകാരം ജീവിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ദുഷ്ടതയിൽ ജീവിക്കുന്നവർ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുവാൻ ഒരവസരം നീ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.